വിശ്വാസം എന്നെ കൊണ്ടേ പോവുള്ളൂ. അമ്മച്ചിക്ക് ഇപ്പൊ തന്നെ സ്തുതിക്കണമല്ലേ? എലീന, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. നിനക്ക് ഫ്രോഡ് വേല കാണിക്കാൻ ഇങ്ങോട്ട് തന്നെ പറഞ്ഞായിരുന്നോ? 2 ആഴ്ചത്തേക്ക് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ. പിന്നെ നിന്റെ കൺവട്ടത്ത് ഞാൻ വരില്ല, പ്ലീസ്. പട്ടണത്തെ നീ പറ്റിക്കുന്ന ഹൈ സൊസൈറ്റിക്കാരല്ല ഇവിടെ. എന്തിനേയും ഏതിനേയും അന്ധമായി വിശ്വസിക്കുന്ന കളങ്കം അറിയാത്ത ഒരുപറ്റം പാവങ്ങളായി നാട്ടുകാര്. അവരെ പറ്റിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇന്ന് തന്നെ അപ്പച്ചനോട് പറഞ്ഞ് നിന്റെ കള്ളക്കളി ഞാൻ അവസാനിപ്പിക്കും. എന്തോ അസാധ്യമായ ഒരു കാര്യമാ എന്തായാലും തൊമ്മിച്ചൻ ചെയ്ത് കാണിച്ചത്. നിങ്ങൾ റോമിൽ നേരിട്ട് പോയോ? റോമില് നേരിട്ട് പോയോന്ന് ചോദിച്ചാ അത് കയ്യിലുള്ള കാശ് മുടക്കി അരമനയിൽ പോയി ഗബ്രിയേൽ അച്ഛനെ പലവട്ടം കണ്ട് ഇവര് ചെയ്യുന്ന ഓരോ അത്ഭുത പ്രവർത്തനങ്ങളും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഗബ്രിയേൽ അച്ഛനെ ഞാൻ നിർബന്ധിച്ച് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അല്ലേ അച്ഛാ? അദ്ദേഹം ഞങ്ങളെ വിടാതെ പിടിക്കുകയായിരുന്നു. പുള്ളിക്കാരന്റെ ഒരു ജനസേവനത്തിന് ശരിക്കും ഒരു MLA ആവേണ്ട സമയം. അയ്യോ തൊമ്മിച്ച അത്ഭുതം തന്നെ. തൊമ്മിച്ച താൻ കൊണ്ടുവന്ന അച്ഛൻ അത്ഭുതം തന്നെ. എന്താ കാര്യം? ഞങ്ങള് മാത്രം സംസാരിച്ച കാര്യമാ ഇപ്പൊ അച്ഛൻ പറഞ്ഞത്. പൂമാല ഗ്രാമത്തിൽ ഈ പള്ളിയിലേക്ക് അത്ഭുതങ്ങൾ പ്രവചിക്കുന്ന അച്ഛന്മാരെ കൊണ്ടുവന്ന തൊമ്മിച്ച നിങ്ങളാണ് അടുത്ത ബൈ ഇലക്ഷനിൽ പാർട്ടി സ്ഥാനാർത്ഥി. സത്യമാണോ? എനിക്ക് വയ്യ എന്റെ അച്ഛാ. എക്സ്ക്യൂസ് മീ. തൊമ്മിച്ചാ വന്നേ അച്ഛനിങ്ങ വന്നേ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. എന്റെ പൊന്നച്ഛന്മാരെ, നിങ്ങൾ എന്റെ പുണ്യമാണ്, ഈ നാടിന്റെ പുണ്യമാണ്. ഹലോ, എന്താ മാഡം ഇങ്ങോട്ട് പോകുന്നത്? അപ്പച്ചനോട് ഭാവി MLA കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് എന്നിട്ട് കാര്യങ്ങളൊക്കെ അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വരൂ. എന്താണ് ഉദ്ദേശം ആകാശ്? എന്റെ അപ്പച്ചന്റെ പണോ? ഇങ്ങനൊരു വേഷം കെട്ടിയത് എന്തിനാ? കൂടെയുള്ള ആളാരാ? എന്തിനിവിടെ വന്നു? ചില്ലറ കളിയല്ല നീ കളിക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോണ്ടാണോ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒന്ന് ഓർത്തോ, നീ ചതിക്കാൻ നോക്കുന്നത് ഞങ്ങളെയല്ല, ദൈവത്തെ. എന്താ പേര്? ഇവിടെ നിൽക്കായിരുന്നു. കാറ്റ് കൊള്ളാൻ കത്രീനയുടെ കുമ്പസാരത്തിന് പോയല്ലായിരുന്നോ? പോണം. ആരുടെ കുമ്പസാരം? കത്രീനയുടെ. നിങ്ങളല്ലായിരുന്നു അവളെ കുമ്പസരിപ്പിക്കാൻ മുൻകൈ എടുത്തത്? അതെ അതെ, ഞാൻ പെട്ടെന്ന് കുമ്പസാരിപ്പിച്ചിട്ട് വരാട്ടാ. അതാ ആശാൻ രാവിലെ സെന്റും പൂശി ഇറങ്ങിയതല്ലേ? ഈശ്വര, ഷോ തുടങ്ങി കാണുമെന്തോ. കേട്ട് സൂക്കാണല്ലോ. കുറെ നേരമായോ? ഇപ്പൊ തുടങ്ങിയുള്ളൂ. അപ്പോഴേക്കും വേർത്തോ? ആദ്യഭാവം തന്നെ താങ്ങാൻ പറ്റില്ലയോ എന്റെ ഭഗവാനെ. അതെ, തുടക്കം മുതൽ ഒന്നുകൂടെ പറയാൻ പറ. വേണോ? മൊത്തം സ്റ്റാർട്ടിങ് മുതൽ. വൺസ് മോർ.
അച്ഛൻ വേർത്ത് കുളിച്ച് അത് വളരെ ചൂടുള്ളൊരു കുമ്പസാരായിരുന്നു. ചൂടുള്ള കുമ്പസാരോ? റിയലി ഹോട്ട്. ഈ പള്ളിയോടൊന്നും തന്നെ AC ആക്കേണ്ടി വരും. ഇച്ചിരി പണിയുണ്ട്.